പ്രൈസ് ദി ലോർഡ്. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 9 അധ്യായം അതിന്റെ 16 വാക്യം. പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നമ്മുടെ മേൽ കിടക്കുന്ന നിർബന്ധം അതൊരു മനുഷ്യനെ ഏൽപ്പിച്ച നിർബന്ധമോ ഭാരമോ അല്ല. ഇത് ഹൃദയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവ് വെച്ച ദൈവിക തീയാണ്. ആ തീ കത്തുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് സ്പർശിച്ച ജീവിതത്തിൽ സുവിശേഷം പറയുന്നത് ഒരു കടമയല്ല, അത് ഹൃദയത്തിന്റെ ആവേശമാണ്. ശ്വാസമെടുക്കുന്നത് പോലെ സ്വാഭാവികമായി പുറത്തു വരുന്ന കത്തുന്ന ആത്മാവിന്റെ സാക്ഷ്യമാണ്. ഈ നിർബന്ധം നമ്മെ തളർത്തുന്നില്ല, നമ്മെ ഉണർത്തുന്നു. ഭയപ്പെടുത്തുന്നില്ല, നമുക്ക് ധൈര്യം നൽകുന്നു. പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ കഷ്ടപ്പാടുകളും സന്തോഷമായി മാറുന്നു, ത്യാഗം അനുഗ്രഹമായി തീരുന്നു. ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നു, നിന്റെ ഉള്ളിൽ ഞാൻ വെച്ച തീ അണയ്ക്കരുത്. മൗനമായിരിക്കേണ്ട സമയമല്ല ഇത്. പരിശുദ്ധാത്മാവിന്റെ നിർബന്ധത്തിന് കീഴടങ്ങുന്ന ജീവിതം മനുഷ്യനെ സ്പർശിക്കുന്ന ദൈവത്തിന്റെ ശക്തമായ ഉപകരണങ്ങളായി, സാക്ഷ്യമായി ദൈവം മാറ്റുവാൻ ഇടയായിത്തീരും. അതിനായി നമ്മളെ തന്നെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വലിയ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദൈവശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങളെ ഹൃദയം ഉണർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വിലയിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ അധികമായി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.